വനനിയമ ഭേദഗതിക്കെതിരായ നിലപാട് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ടറിയിക്കാൻ കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. പാർലമെന്ററി പാർട്ടി നേതാക്കളാണ് വൈകിട്ട് മുഖ്യമന്ത്രിയെ കാണുക. വനനിയമ ഭേദഗതിയിൽ ആശങ്കയുള്ളവരെ ഉൾപ്പെടുത്തി ചർച്ച നടത്തുക, അമിതാധികാരം വനപാലകരുടെ നിയന്ത്രിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കേരള കോൺഗ്രസ് എം മുന്നോട്ട് വെക്കുന്നത്. വനാതിർത്തികളിൽ നിലവിലുള്ള സംഘർഷ സാഹചര്യങ്ങളും പുതിയ ഭേദഗതി വരുന്നതോടെ രൂക്ഷമാകുമെന്നാണ് കേരള കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത്. ഡാൻ കുര്യൻ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, ഇതിപ്പോൾ കേരള കോൺഗ്രസിനുള്ളിൽ തന്നെയുള്ള ചില അസ്വാരസ്യങ്ങളുടെ സൂചനയായി ചൂണ്ടിക്കാട്ടുന്നവരുണ്ട്. പക്ഷെ അപ്പോഴും കേരള കോൺഗ്രസ് എമ്മിന് ഈ വനാതിർത്തിയിലുള്ളവരുടെ താല്പര്യങ്ങൾ സംരക്ഷിച്ചേ പറ്റൂ. ഇതുമായി ബന്ധപ്പെട്ട നീക്കങ്ങൾ ഏത് തരത്തിലാണ്? രംഗത്ത് ഇടത് മുന്നണിയെ പ്രതിരോധത്തിലാക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഇങ്ങനെയൊരു നീക്കത്തിന് കേരള കോൺഗ്രസ് എം ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. 4 മണിക്ക് മുഖ്യമന്ത്രിയുടെ ചേംബറിൽ വെച്ചായിരിക്കും ഈ കൂടിക്കാഴ്ച നടക്കുക. അതിനുശേഷം കേരള കോൺഗ്രസ് എം നേതാക്കൾ മാധ്യമങ്ങളെ കാണുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ മന്ത്രി റോഷി അഗസ്റ്റിൻ തന്നെ സർക്കാരിന്റെ ഭാഗമായി മന്ത്രിസഭയിൽ തുടരുമ്പോൾ മറിച്ചൊരു തീരുമാനത്തിന് പാർട്ടി നേതൃത്വം തയ്യാറാകുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെ സംബന്ധിച്ച് ഒരുപാട് അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. മന്ത്രി എ കെ ശശീന്ദ്രൻ തന്നെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രാവിലെ രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കേരള കോൺഗ്രസ് നേതാക്കളുമായി മുഖ്യമന്ത്രി നടത്തുന്ന ചർച്ചയിൽ മുഖ്യമന്ത്രി തന്നെ അവരോട് ഈ വിഷയത്തിൽ പാർട്ടിയെയും മുന്നണിയെയും പ്രതിരോധത്തിലാക്കുന്ന നടപടികൾ സ്വീകരിക്കരുത് എന്ന കാര്യം പറയുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ജനുവരിയിൽ ചേരുന്ന നിയമസഭാ സമ്മേളനത്തിലടക്കം വിശദമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് മാത്രമേ നിയമം ആകുകയുള്ളൂ. അതിനുമുമ്പ് മലയോര ജനതയുടെ ആശങ്കകൾ പൂർണ്ണമായി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉറപ്പുവരുത്തുന്ന കാര്യം ധനമന്ത്രിയും മുഖ്യമന്ത്രിയും കേരള കോൺഗ്രസ് നേതാക്കളെയും നേരിട്ട് തന്നെ അറിയിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ ജോസ് കെ മാണിക്കെതിരെ ജോസ് കെ മാണി കേരള കോൺഗ്രസിനെതിരെ ശശീന്ദ്രൻ രംഗത്ത് വന്നൊരു പശ്ചാത്തലം കൂടി ഉണ്ടല്ലോ. അവരെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതും, എന്താണ് മന്ത്രിസഭയിലുള്ള റോഷി അഗസ്റ്റിനെ അറിഞ്ഞാണ് ഇത്തരം ഭേദഗതിയിൽ വരുത്തുന്നത് എന്നുള്ളതും, അപ്പോൾ എതിർപ്പില്ലാത്ത പാർട്ടി ഇപ്പോൾ എതിർപ്പുമായി രംഗത്ത് വരുന്നു എന്നുള്ള ഒരുപാട് വ്യാഖ്യാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ CPM തന്നെ LDFിലെ മറ്റു കക്ഷികൾക്ക് തന്നെ അസംതൃപ്തി ഉണ്ടാക്കുന്ന നീക്കമാണോ കേരള കോൺഗ്രസ് എമ്മിന്റെ ഭാഗത്തുണ്ടാകുന്നത്? മുന്നണിക്കുള്ളിൽ ഇത് വലിയ തരത്തിലുള്ള ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ക്രൈസ്തവ സഭാ നേതൃത്വത്തിന്റെ പിന്തുണയോടെയാണ് കേരള കോൺഗ്രസ് എം ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു നീക്കം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മലയോര ജനതയുടെ ആശങ്കകൾ മുന്നിൽ നിർത്തിക്കൊണ്ട് കേരള കോൺഗ്രസ് എം മറ്റൊരു രാഷ്ട്രീയ നിലപാട് രൂപീകരിക്കുകയാണെന്നും അത് മുന്നണിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് മാറുകയാണ് എന്നുള്ള പൊതു വിമർശനം മുന്നണിക്കുള്ളിൽ ഉയർന്നിട്ടുണ്ട്. പക്ഷേ ഇക്കാര്യങ്ങളിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഇപ്പോഴും മൗനം തുടരുകയാണ്. അദ്ദേഹത്തിന്റെ നിലപാടായിരിക്കും ഒരുപക്ഷെ ഇത് ഏറ്റവും കൂടുതൽ ഇതിൽ ശ്രദ്ധേയമായി മാറുക. കാരണം സർക്കാർ ഒരുമിച്ചെടുക്കുന്ന ഒരു തീരുമാനത്തിൽ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള ഒരു മന്ത്രിയുടെ പാർട്ടി വ്യത്യസ്തമായ ഒരു നിലപാടുമായി രംഗത്തെത്തുമ്പോൾ പ്രതിപക്ഷം ഉയർത്തുന്ന വിമർശനങ്ങൾക്ക് ആക്കം കൂട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്നൊരു പൊതു വിമർശനമാണ് മുന്നണിക്കുള്ളിൽ നിന്ന് ഇടതു മുന്നണിയിൽ നിന്ന് വരുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ഇന്ന് അല്പസമയത്തിനകം മുഖ്യമന്ത്രിയെ കാണാനായി കേരള കോൺഗ്രസ് എമ്മിന്റെ പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിക്കുകയും പാർലമെന്ററി പാർട്ടി നേതാക്കൾ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ അവിടേക്ക് എത്തി മുഖ്യമന്ത്രിയെ കാണുകയും ചെയ്യും. കാരണം മലയോര മേഖലയിലെ ആളുകളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഈ മലയോര പാർട്ടി എന്ന രീതിയിൽ കേരള കോൺഗ്രസ് എമ്മിന് പ്രധാനപ്പെട്ട ഒന്നാണ് എന്നുള്ളതാണ്. ഏറ്റവും ഇതിൽ റോഷി അഗസ്റ്റിന്റെ നിലപാട് കൂടി മനസ്സിലാക്കിയിട്ടുണ്ടോ? റോഷി ഉണ്ടാകുമോ ഈ സംഘത്തിനൊപ്പം? ഡാൻ, റോഷി അഗസ്റ്റിൻ അങ്ങനെ ഒരു നീക്കത്തിന്റെ ഭാഗമാകുമോ എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടതുണ്ട്. പക്ഷേ അദ്ദേഹം ഈ സംഘത്തിനൊപ്പം പോകാനുള്ള സാധ്യത കുറവാണ്. കാരണം മന്ത്രിസഭ തന്നെ നേരത്തെ ഈ കാര്യത്തിൽ വിശദമായ ചർച്ചകൾ നടത്തിയതിനു ശേഷമാണ് ഇങ്ങനെയൊരു ഭേദഗതി ബില്ല് 15ഓളം ഭേദഗതികൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഈ ഭേദഗതി ബില്ല് നിയമമാക്കുന്നതിന് വേണ്ടി നടപടിക്രമങ്ങളുമായി മുമ്പോട്ട് പോകുന്നത്. സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയിലുള്ള വിഷയമാണിത്. അതുകൊണ്ട് മന്ത്രിസഭയ്ക്ക് അകത്ത് അങ്ങനെ ഒരു ഭിന്നത ഉണ്ട് എന്ന് വരുത്തുന്ന തരത്തിലേക്ക് മാറും റോഷി അഗസ്റ്റിൻ കൂടി ഈ മുഖ്യമന്ത്രിയെ കാണുന്ന സംഘത്തിൽ ഉൾപ്പെട്ടാൽ. അതുകൊണ്ട് റോഷി അഗസ്റ്റിൻ ഈ സംഘത്തിന്റെ ഒപ്പം മുഖ്യമന്ത്രിയെ കാണാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും ജോസ് കെ മാണി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയെ കണ്ടതിനു ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ ഇത് സംബന്ധിച്ച അഭ്യൂഹങ്ങൾക്ക് വിരാമമാകുമെന്നാണ് സൂചന. ശരി, ഡാൻ കുര്യനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.